നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ പറയാം കേട്ടോ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷൻ. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 എന്നാണ്. 1986 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 24 കേട്ടോ. 2020 ജൂലൈ 24 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വരുന്നത്. അത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, CCPA എന്ന് പറയും. അത് നിലവിൽ വരുന്നത് 2020 ജൂലൈ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുമ്പോൾ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായിട്ട് പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഫലമായിട്ടാണ്. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ആദ്യമായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത് 2020 ജൂലൈ 24 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ തലവൻ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ തലവനെ ചീഫ് കമ്മീഷണർ എന്നാണ് പറയുന്നത്. ചീഫ് കമ്മീഷണർ. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ തലവൻ അറിയപ്പെടുന്നത് ചീഫ് കമ്മീഷണർ എന്നാണ്. 2019 ഉപഭോക്തൃ നിയമത്തിൻ്റെ ഏതു വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും നമ്മൾ 2 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്നാമതായിട്ട് പഠിക്കുന്നത് ഉപഭോക്തൃ സംരക്ഷണ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ വകുപ്പ് 10 അനുസരിച്ചാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത്. 2019 ഉപഭോക്തൃ നിയമത്തിൻ്റെ വകുപ്പ് 10 അനുസരിച്ചാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പിന്നീട് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം, ഏത് നിയമം അനുസരിച്ചാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപം കൊണ്ടതെന്ന് ചോദിച്ചാൽ അത് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത്. അത് വകുപ്പ് 10 അനുസരിച്ചാണ്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കാം ഈ ക്വസ്റ്റ്യൻസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നതോ അത് 2020 ജൂലൈ 24 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ തലവൻ അറിയപ്പെടുന്നത് ചീഫ് കമ്മീഷണർ എന്നാണ്. 2019 ഉപഭോക്തൃ നിയമത്തിൻ്റെ വകുപ്പ് 10 പ്രകാരമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത്. ക്ലിയർ ആയല്ലോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? നമുക്ക് ബാക്കി നോക്കാം. ഉപഭോക്താക്കളുടെ അവകാശം ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനമേതാണ്? എന്താണ് ചോദ്യം? ഉപഭോക്താക്കളുടെ അവകാശം ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. എന്താണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്കാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനം. ഉപഭോക്താക്കളുടെ അവകാശം ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. ഇനി നമുക്ക് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കിയാലോ? ഉപഭോക്തൃ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന്. ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം. എന്താണ്? ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം. അതൊരു ഉപഭോക്താവിൻ്റെ അവകാശമാണ്.
സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം. എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശം. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം. എന്താണ്? ന്യായമായിട്ടുള്ള വിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുവാനുള്ള അവകാശം. അധികാരികളുടെ മുൻപിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. എന്താണ്? അധികാരികളുടെ മുൻപിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം. അതുപോലെ തന്നെ ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? ഒരു ഉപഭോക്താവിനുണ്ട്. എന്താണ്? ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശവും ഒരു ഉപഭോക്താവിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നോക്കാം. ഉപഭോക്താക്കളുടെ അവകാശം ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. ഇനി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശമുണ്ട്. എന്താണ്? ജീവനും സ്വത്തിനും ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള അവകാശമുണ്ട്. രണ്ടാമതായിട്ട്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കാനുള്ള അവകാശമുണ്ട്. ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? അതും ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ കൺസ്യൂമറിനുണ്ട്. അധികാരികളുടെ മുൻപിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം ആർക്കുണ്ട്? അതും ഒരു ഉപഭോക്താവിൻ്റെ അവകാശമാണ്. അതോടൊപ്പം എന്താണ്? ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശവും ആർക്കുണ്ട്? ഒരു ഉപഭോക്താവിന് ഉണ്ട്. എന്താണ് ഉപഭോക്തൃ കോടതികൾ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്താണ് ഉപഭോക്തൃ കോടതികളെന്ന്? ഉപഭോക്തൃ കോടതി എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായിട്ട് സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. എന്താണ്? ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായിട്ട് സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണെന്ത്? ഉപഭോക്തൃ കോടതികളെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ഉപഭോക്താവാണ്, ഒരു കൺസ്യൂമറാണ്. എനിക്ക് സാധനം പ്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പാദകരിൽ നിന്നോ അല്ലെങ്കിൽ അത് വിതരണം ചെയ്ത വിതരണക്കാരിൽ നിന്നോ എനിക്ക് തൃപ്തികരമല്ലാത്തൊരു അനുഭവം ഉണ്ടായി. എനിക്കൊരു പഴകിയ സാധനമാണ് അവർ വിറ്റത്. അപ്പോൾ എന്താണ്? എനിക്ക് നിയമപരമായിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെട്ട കൺസ്യൂമറിനെ നിയമപരമായിട്ട് സഹായിക്കാൻ വേണ്ടി ചുമതലപ്പെട്ട സ്ഥാപനമാണ് ഉപഭോക്തൃ കോടതികൾ. ക്ലിയർ ആയോ? ഇനി മറ്റൊന്ന്, എന്താണ് ഉപഭോഗം എന്ന് നോക്കാം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഏത് പേരിലാണ് അറിയുന്നത്? ഉപഭോഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമുക്കിപ്പോൾ എന്താണ്? നമുക്കൊരു വസ്ത്രത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ ഈ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഉപഭോഗം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഉപഭോക്താവ് എന്ന് പറഞ്ഞ് വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഉപഭോക്താവ്. എന്താണ്? വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപഭോക്തൃ കോടതി എന്താണ്? ഉപഭോഗം എന്താണ്? ഉപഭോക്താവ് എന്താണ് എന്ന് നമ്മൾ നോക്കി. ഉപഭോക്തൃ കോടതികളെന്ന് വെച്ചാൽ ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായിട്ട് സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. ഉപഭോഗം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഉപഭോഗം എന്ന് പറയുന്നത്. മറ്റൊന്നെന്താണ്? വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ എന്തെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു ചോദ്യം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ്? എന്നാണ്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. എന്നാണ്? ഓഗസ്റ്റ്
9 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ ഞാൻ. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾക്ക് ഒരു ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ഒരു ഉപഭോക്താവ്, നിങ്ങളൊരു ഉപഭോക്താവാണ്. അപ്പോൾ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക? നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ തരുമ്പോൾ ചിലത് സെലക്ട് ചെയ്യാനും ഒഴിവാക്കാനും ഒക്കെ ചോദിക്കും. അപ്പം ഒരു ഉപഭോക്താവ് ചൂഷണം ചെയ്യപ്പെടുകയോ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യുന്ന 1-2 സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം. ഒന്ന്, ഗുണമേന്മയില്ലാത്ത സാധനം വിൽക്കുന്നത് ഉപഭോക്താവിനെ അല്ലെങ്കിൽ കൺസ്യൂമറിനെ ചൂഷണം ചെയ്യുന്നതിനും കബളിപ്പിക്കുന്നതിനും ഒക്കെ തുല്യമല്ലേ? മറ്റൊന്ന് അമിതമായിട്ട് വില ഈടാക്കുന്നതും ഇതിൽ പെടുന്നൊരു കാര്യമാണ്. അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കത്തില്ലേ ചിലർ, അതും ഇതിൽ പെടുന്നൊരു കാര്യമാണ്. അതുപോലെ സേവനങ്ങളിലെ കാലതാമസവും, നമ്മളൊരു സാധനം വാങ്ങുന്നത് പോലെ തന്നെയാണ് ഒരു സേവനങ്ങളും നമുക്ക് ലഭ്യമാക്കുന്നതിൽ കാലതാമസം. നമ്മൾ അവിടെയും കൺസ്യൂമറാണല്ലേ, സേവനങ്ങളും നേടിയെടുക്കുന്ന ആൾ കൺസ്യൂമറാണ്. അപ്പം സേവനങ്ങളിലെ കാലതാമസവും എന്താണ്? അതും ഒരു ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നതിനോ ചൂഷണം ചെയ്യുന്നതിനോ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ പെടുന്ന കാര്യമാണ്. അപ്പോൾ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 9 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലാകെ എത്ര അധ്യായമാണുള്ളത്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലാകെ 8 അധ്യായമാണുള്ളത് കേട്ടോ. എത്ര അധ്യായമാണ്? 8 അധ്യായങ്ങളാണ് ഉള്ളത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ അപ്പോൾ എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാലോ, 107 വകുപ്പുകളും 8 അധ്യായവുമാണുള്ളത്. എത്രയാണ്? 8 അധ്യായവും 107 വകുപ്പുമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഉള്ളത്. അടുത്ത ചോദ്യം, വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നത് തടയുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 89 പ്രകാരമാണ് വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നത് തടയുന്ന വകുപ്പാണ് വകുപ്പ് 89. ഏത് വകുപ്പാണ്? വകുപ്പ് 89. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരുപാട് പരസ്യങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകി ഉപഭോക്താവിനെ കബളിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകി കബളിപ്പിക്കുന്നതിനെതിരെ പലരും കേസും കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് ഈ അടുത്തിടെയായിട്ട് കുറച്ച് കൂടുതലായിട്ട് അതിലെ പഴയകാല പരസ്യങ്ങളുടെയൊക്കെ ഒരു റെഫറൻസ് വരുന്നതൊക്കെ നമ്മൾ കുറച്ച് കണ്ടതാണ്. ഞാനതെടുത്ത് ഇവിടെ പറയുന്നില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങളിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നത് തടയുന്ന വകുപ്പാണ് വകുപ്പ് 89. ക്ലിയർ ആയല്ലോ? വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെന്ന് പറയുന്നത് 2 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ വരെ പിഴയോ ആണ് കേട്ടോ. എന്താണ്? വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നതിനുള്ള ശിക്ഷയെന്ന് പറയുന്നത് 2 വർഷം വരെ തടവോ 10 ലക്ഷം രൂപ വരെ പിഴയോ ആണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം നോക്കാം. മായം ചേർത്ത വസ്തുക്കൾ വിൽക്കുക, വിതരണം ചെയ്യുക ഇവയ്ക്കുള്ള ശിക്ഷ എന്താണ്? മായം ചേർത്ത വസ്തുക്കൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉപഭോക്താവിന് അപകടം ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലാണ് ഇങ്ങനെ. അപകടം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഇതല്ല, ഒരപകടവും ഉണ്ടായില്ല. മായം ചേർത്ത വസ്തുക്കൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള ശിക്ഷയെന്ന് പറയുന്നത് 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇത് കൈപ്പറ്റി ഇത് വാങ്ങിയ ഉപഭോക്താവിന് അപകടം ഒന്നും ഉണ്ടായില്ലെങ്കിലാണ് ഈ ശിക്ഷ കൊടുക്കുന്നത്. ഉണ്ടായാൽ അപകടം സംഭവിച്ചാൽ ഇതല്ല ശിക്ഷ. അപകടമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ്. അടുത്തത്, വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലെ ശിക്ഷ എന്താണ്? അത് 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഇവിടെയും ഒരു കാര്യമുണ്ട്, ഉപഭോക്താവിന് മാരകമായ പരിക്കുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും. എന്താണ്? വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുക, വിതരണം ചെയ്യുക ഇവയ്ക്കുള്ള ശിക്ഷയെന്ന് പറയുന്നത് 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ
പിഴയുമാണ്. ക്ലിയറായോ? ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഉപഭോക്താവിന് അപകടമൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഉപഭോക്താവിന് മാരകമായ പരിക്കുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ശിക്ഷ കൊടുക്കാറ്. മാരകമായ പരിക്കോ അപകടമോ ഒക്കെ ഉണ്ടായാൽ ശിക്ഷ മറ്റൊന്നായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ 2ാമത്തെ ക്ലാസ്, ഇനി ഒരു ക്ലാസ്സും കൂടി ഇതുമായി ബന്ധപ്പെട്ടെടുക്കും. ആ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ പറ്റിയിട്ട് പറയും. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒറ്റയൊരു ക്ലാസ്സിലായിട്ട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് പെട്ടെന്ന് എല്ലാം കൂടി എന്തോ ഒരു കൺഫ്യൂഷൻ വരുമെന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് എടുക്കാം.